എല്ലാവർക്കും നമസ്കാരം. താന്ത്രിക വൈദിക പഠന ഗവേഷണ കേന്ദ്രം നേതൃത്വം നൽകുന്ന വൈശാഖ മാസ വെബിനാർ സീരീസ് 8 മണിക്ക് ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് 2 വാക്കുകൾ എല്ലാ മുഴുവൻ ശ്രോതാക്കളുടെയും ശ്രദ്ധയിലേക്ക്. നാളെ മുതൽ TBSRCയുടെ നേതൃത്വത്തിൽ പാലക്കാട് വെച്ച് ദശദിന പഠന ക്യാമ്പ് നടക്കുകയാണ്. തദവസരത്തിൽ 2025 ജനുവരി 3 നമ്മുടെ ഗുരുനാഥൻ ഏറാഞ്ചേരി ഹരിഗോവിന്ദൻ നമ്പൂതിരി നേതൃത്വം നൽകിക്കൊണ്ട് സംസ്കൃത പഠനത്തിന്റെ ഭാഗമായി ആരംഭിച്ച വിഷ്ണു സഹസ്രനാമ പഠനം 52ഓളം ക്ലാസ്സുകൾ എടുത്തുകൊണ്ട് അത് പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഈ വിഷ്ണു സഹസ്രനാമ പഠനത്തിന്റെ ഒരു സമർപ്പണ യജ്ഞം ക്യാമ്പിന്റെ ഭാഗമായി മെയ് 6 അവിടെ വെച്ച് നടക്കുകയാണ്. തത്സമയം പങ്കെടുക്കുവാൻ സാധിക്കാത്ത മുഴുവൻ സജ്ജനങ്ങളും മെയ് 6 പ്രസ്തുത ദിവസം ഇല്ലത്തോ അല്ലെങ്കിൽ സ്വന്തം ഭവനത്തിലോ അല്ലെങ്കിൽ സ്വന്തം ദേശക്ഷേത്രത്തിലോ ഒത്തുചേർന്നുകൊണ്ട് കുടുംബസമേതം വിഷ്ണു സഹസ്രനാമ ജപം ഈ പുണ്യ വൈശാഖ മാസകാലത്ത് നടത്തി നമ്മുടെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ സത്സംഗങ്ങൾക്ക് പിന്തുണ നൽകി മുഴുവൻ സജ്ജനങ്ങളും പ്രാർത്ഥന നിരതരാകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ മെയ് 19 വരെ നടക്കുന്ന ഈ ശങ്കര ദർശനത്തെ ആസ്പദമാക്കിയിട്ടുള്ള വെബിനാർ സീരീസിൽ പരമാവധി അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത് വിജയിപ്പിക്കുവാനുള്ള ചുമതല ഓരോ ദിവസവും പരമാവധി ശ്രോതാക്കളെ ഈ പ്ലാറ്റ്ഫോമിൽ എത്തിക്കാനുള്ള ചുമതല ഓരോരുത്തരും ഏറ്റെടുക്കണം എന്ന് എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ വെബിനാർ ശങ്കര ദർശനം വെബിനാർ സീരീസ് നേതൃത്വം നൽകുന്നത് പൂജാപഠനം ബാച്ച് 8 പഠിതാക്കളാണ്. പ്ലാറ്റ്ഫോം അവരെ ഏൽപ്പിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. തുടങ്ങാം. പൂജാപഠനം ബാച്ച് 8 തുടങ്ങാം. സമയമായി. എല്ലാവർക്കും നമസ്കാരം. താന്ത്രിക വൈദിക പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വെബിനാർ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് ഈശ്വര പ്രാർത്ഥനയാണ്. ഈശ്വര പ്രാർത്ഥനയ്ക്ക് ദേവതയെ ക്ഷണിക്കുന്നു. ദേവതേജ് ജോയിൻ ചെയ്തിട്ടില്ലെന്നൊന്ന് ഹിതേഷ് പത്തിയിൽ ഒരു പ്രാർത്ഥന ചൊല്ലാം. കേൾക്കാനുണ്ടോ? കേൾക്കാം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതം വന്ദേ ഭഗവന്ത പുനഃ പുനഃ. അടുത്തതായി സ്വാഗത പ്രസംഗമാണ്. ആചാര്യനെ പരിചയപ്പെടുത്തുക. സ്വാഗത പ്രസംഗം നാരായണേട്ടനെ ക്ഷണിക്കുന്നു. എളമ്പിലാശ്ശേരി നാരായണേട്ടൻ. മ്യൂട്ടാണ്. മൈക്ക് ഓഫ് ആണ്. മൈക്ക് ഓഫ്. നമ്മുടെ ഈ ശങ്കര ദർശനത്തെ കുറിച്ചുള്ള ഈ വെബിനാർ നമുക്കെല്ലാം വളരെ പ്രയോജനപ്രദമാണ്, വളരെ മനോഹരമാണ്. ഇന്നത്തെ വിഷയം മനീഷാ പഞ്ചകം എന്നുള്ളതാണ്. 5 ശ്ലോകങ്ങൾ അടങ്ങിയതാണ് മനീഷാ പഞ്ചകം. 5 ശ്ലോകങ്ങളെ ഉള്ളെങ്കിലും അത് വലിയ അദ്വൈത തത്വങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്.
അതിലെ ഓരോ പദങ്ങളും വളരെ അല്പാക്ഷരങ്ങളെ ഉള്ളെങ്കിലും വളരെ സാരം അർത്ഥം ഉൾക്കൊള്ളുന്നതാണ്. അത് വിശദീകരിച്ച് ഒരാൾ പറഞ്ഞു തന്നാലല്ലാതെ അത് ശരിയായിട്ട് മനസ്സിലാക്കാൻ സാധ്യമല്ല. അപ്പൊ അത്രയും ഗഹനമായിട്ടുള്ള ഒരു വിഷയത്തെ ശങ്കരാചാര്യര് 5 ശ്ലോകങ്ങളിലായിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ആ മനീഷാപഞ്ചകം നമുക്ക് ഇന്ന് നമുക്ക് അതിനെ പറ്റിയുള്ള വ്യാഖ്യാനം നൽകുന്നത് ഗുരുവായൂർ ഡോക്ടർ പി പത്മനാഭൻ അദ്ദേഹമാണ്. അദ്ദേഹം വലിയ സംസ്കൃത പണ്ഡിതനും ദീർഘകാല അധ്യാപകനും ആയിരുന്നു. അദ്ദേഹത്തിന്റെ അധ്യയനത്തിന്റെയും അധ്യാപനത്തിന്റെയും അനുഭവ സമ്പത്തും, അധ്യയനം കൊണ്ട് നേടിയിട്ടുള്ള ജ്ഞാനസമ്പത്തും അധ്യാപനം കൊണ്ടുള്ള അനുഭവ സമ്പത്തും എല്ലാം ചേർന്ന് നമുക്ക് ഈ മനീഷാപഞ്ചകം അദ്ദേഹം വ്യാഖ്യാനിച്ചു തരുന്ന ആ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും വളരെ വളരെ അനുഗ്രഹപ്രദമാണ്, സന്തോഷപ്രദമാണ്. അപ്പൊ അദ്ദേഹത്തിനെ ഈ ഒരു കാര്യത്തിലേക്ക്, ഈ വെബിനാറിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. ഒരു അധ്യക്ഷ ഭാഷണം കൂടിയുണ്ട്. ഒന്നത് ഒരു അധ്യക്ഷ ഭാഷണമുണ്ട്. കുഴപ്പമില്ല. അധ്യക്ഷ ഭാഷണത്തിനായി TVSRC ട്രസ്റ്റ് അംഗം കൂടിയായിട്ട് ശ്രീഹരി മംഗലശ്ശേരിയെ സാദരം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. താന്ത്രിക വൈദിക പഠന ഗവേഷണ കേന്ദ്രം കുറച്ചു കാലമായിട്ട് അനവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് പൂജാ പഠനം, അതുകൂടാണ്ട് ഉപനിഷത്ത് പഠനം, ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, അങ്ങനെ നിരവധി പരിപാടികൾ ചെയ്യുന്നുണ്ട്. കുറച്ച് വർഷമായിട്ട് എല്ലാ വൈശാഖ മാസത്തിലും പ്രധാനപ്പെട്ട വിഷയങ്ങൾ വെബിനാർ സീരീസ് ആയിട്ടും ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഈ വർഷം ചെയ്യുന്നതാണ് ശ്രീ ശങ്കര ദർശനം. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും തുടർന്ന് ഈ സഹകരണം പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വിഷയം ആയിട്ടുള്ള മനീഷാ പഞ്ചകം ഗുരുനാഥനിൽ നിന്ന് കേൾക്കാൻ ഉത്സാഹപൂർവം കാത്തിരിക്കുന്നു. പറഞ്ഞു. സ്നേഹാദരപൂർവം ആചാര്യനെ ക്ഷണിക്കുന്നു. നമസ്തേ. എല്ലാവർക്കും നമസ്കാരം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഈ വൈശാഖമാസ കാലത്തില് ഓൺലൈനായിട്ടാണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു സത്സംഗത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് വലിയ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഇപ്പൊ TVSRC നടത്തുന്ന ഈ ഒരു വൈശാഖമാസ ഓൺലൈൻ കൂട്ടായ്മയെ കുറിച്ച് എൻ്റെ സുഹൃത്തും ശ്രീപതിയിലെ അധ്യാപകനുമൊക്കെ ആയിട്ടുള്ള ഹിതേഷ് പത്തിയിൽ വഴിയാണ് അറിയാൻ ഇടയായത്. എന്തായാലും ഈ ഒരു വൈശാഖമാസ കാലത്ത് നടത്തപ്പെടുന്ന ഈ ഒരു സത്സംഗത്തിന് നേതൃത്വം നൽകുന്ന TVSRCക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കട്ടെ. ആദ്യമായി ധാരാളം പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്ന് അറിയാൻ സാധിച്ചു. അതിലും വലിയ സന്തോഷം. ശങ്കരാചാര്യരുടെ ജീവചരിത്രവും ശങ്കരാചാര്യരെ കുറിച്ചിട്ടുള്ള മറ്റ് ഐതിഹ്യങ്ങളും ഒക്കെ തന്നെ
കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയ പ്രഭാഷണങ്ങളിൽ ആചാര്യന്മാർ പറഞ്ഞതായിട്ട് കേൾക്കാൻ സാധിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതിന്റെ ഒരു സ്വരൂപം എങ്ങനെയാണ് എന്നറിയാൻ കയറി കേൾക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് അതിലേക്കൊന്നും കൂടുതൽ കടക്കുന്നില്ല. ഇവിടെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞതുപോലെ മനീഷ പഞ്ചകം എന്ന് പറയുമ്പോൾ 5 ശ്ലോകങ്ങളെ ഉള്ളൂ. പക്ഷേ ആ ഒരു 5 ശ്ലോകങ്ങളുടെ വരികൾക്കിടയിലൂടെ കടന്നു ചെല്ലുന്ന സമയത്താണ് അതിന്റെ ഗഹനത എത്രയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ പറയട്ടെ, മനീഷ പഞ്ചകത്തെ അത്ര വിശദമായി വിശദീകരിക്കാൻ ഈയുള്ളവൻ ആളല്ല. മനീഷ പഞ്ചകം എന്ന് പറയുന്ന ഈ ഒരു വലിയ കൃതിയെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക എന്ന് മാത്രമാണ് ഈ ഒരു സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്നത്. അതിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ആചാര്യസ്വാമികള് ധാരാളം കൃതികൾ രചിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അതില് അദ്വൈത മതം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഉപനിഷത്തുക്കൾക്കും ബ്രഹ്മസൂത്രത്തിനും ഭഗവത്ഗീതയ്ക്കും ഒക്കെ അദ്ദേഹം വ്യാഖ്യാനങ്ങൾ രചിച്ചു. അതേപോലെ അവയെ സുഗ്രഹമാക്കുന്നതിന് വേണ്ടി നിരവധി പ്രകരണ ഗ്രന്ഥങ്ങളെ അദ്ദേഹം എഴുതി സാധകന്മാർക്ക് കീർത്തനത്തിനും മനനത്തിനും ഒക്കെ വേണ്ടി അദ്ദേഹം സമർപ്പിച്ചു. അപ്പൊ ആചാര്യ കൃതികളിൽ വെച്ച് ഏറ്റവും ചെറുതാണ്, രൂപം കൊണ്ട് ചെറുതാണ് മനീഷ പഞ്ചകം എന്ന് തുടക്കത്തിലെ സൂചിപ്പിച്ചു. ഇവിടെ ശ്രീശങ്കരനെ പോലെ ഒരാൾ പ്രസ്ഥാനത്രയത്തിന് മാത്രം ഭാഷ്യം എഴുതിക്കൊണ്ട് സംതൃപ്തനായത് എന്തുകൊണ്ട് എന്നുള്ള ചില ചോദ്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരാം. ഇവിടെ ഭാരതീയ ദർശനത്തിന് പുരോഗതിയില്ല, അതെപ്പോഴും ഇങ്ങനെ തിരിച്ചും മറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പാശ്ചാത്യ ദർശനകാരന്മാരുടെ ചിന്താസരണിയെ അനുഗമിക്കുന്നവര് അല്ലെങ്കിൽ ആ ചിന്താസരണിയിൽ കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകള് പറയാറുണ്ട്. അപ്പൊ അതിനുള്ള ഒരു സമാധാനം ആചാര്യന്മാര് പറയുന്നത് അദ്വൈതം എന്ന് പറയുന്നത് അനുഭൂതിയാണ്. അധ്യാത്മ മണ്ഡലത്തിൽ അനുഭൂതിക്ക് അപ്പുറം പോവുക സാധ്യമല്ല. അപ്പൊ ഈ ഒരു അനുഭൂതി ലഭിച്ച ആപ്തന്മാരുടെ അനുഭൂതി ലഭിച്ച പണ്ഡിതന്മാരുടെ അല്ലെങ്കിൽ ആ മഹാത്മാക്കളുടെ വാക്യങ്ങളാണ് ഉപനിഷത്തുക്കൾ. ആ ഒരു ഉപനിഷത്തുക്കളെ വിശദീകരിക്കുക, അതിനെ വ്യവസ്ഥപ്പെടുത്തുക മാത്രമാണ് തന്റെ കർത്തവ്യം എന്ന് അനുഭൂതി സമ്പന്നനായിട്ടുള്ള ആചാര്യസ്വാമികള് ചിന്തിച്ചു. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ എന്ന സ്ഥാനം കൊണ്ട് അദ്ദേഹം തൃപ്തനായത് എന്ന് പറയപ്പെടുന്നു. അദ്വൈത അനുഭൂതിയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ആചാര്യസ്വാമികള് ഉപദേശിക്കുന്നത്. അതിന് യുക്തിയുടെയും ശാസ്ത്രത്തിന്റെയും സമ്മതവും സഹകരണവും ഉണ്ടായിരിക്കുകയും ചെയ്തു. അപ്പൊ ശാസ്ത്രം എന്ന് പറയുമ്പോൾ പൂർവ ആചാര്യന്മാരുടെ അനുഭൂതിയെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. യുക്തി എന്ന് പറയുന്നത് അനുഭൂതി നിഷ്ഠവുമാണ്. അതുകൊണ്ട് അദ്വൈതത്തിന്റെ പരമപ്രമാണം എന്ന് പറയുന്നത് സ്വന്തം അനുഭവം തന്നെയാണ് എന്ന് ആചാര്യന്മാര് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. അനുഭവ സമ്പന്നനായ ഒരാൾക്ക് കാര്യങ്ങൾ സംശയമില്ലാതെ സുദൃഢമായി പ്രഖ്യാപിക്കാൻ സാധിക്കും. ആചാര്യസ്വാമികളുടെ വാക്കുകളെ എടുത്തു നോക്കുന്ന സമയത്ത് ആ വാക്യങ്ങളൊക്കെ തന്നെ സന്ദേഹമില്ലാതവും സുദൃഢവുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ പ്രസ്ഥാനത്രയമായാലും പ്രകരണ ഗ്രന്ഥങ്ങളായാലും ഈ മനീഷ പഞ്ചകമായാലും ആ ഒരു ദർശനം നമുക്ക് ഇവയിലൊക്കെ തന്നെ തെളിഞ്ഞു കാണാം. ഇപ്പൊ സമഗ്ര ദർശനം ലഭിച്ചവർ പറയുന്നതിലെല്ലാം ആ ഒരു സമഗ്രത കാണാൻ സാധിക്കും എന്നർത്ഥം. ഇപ്പൊ സൂര്യബിംബം തടാകത്തിലും
വെള്ളത്തുള്ളിയിലും പൂർണ്ണമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലെ ഗ്രന്ഥങ്ങൾ ചെറുതായാലും വലുതായാലും അവയിലൊക്കെ തന്നെ ആ ഒരു ദർശനത്തെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ അദ്വൈതം എന്ന് പറയുന്ന ഒരു ദർശനത്തെ ചിമിഴിൽ ഒതുക്കുന്ന അത്ഭുത കൃത്യമാണ് മനീഷാ പഞ്ചകം എന്ന് പറയുന്ന ഈ ചെറിയ ഒരു ഗ്രന്ഥത്തിലൂടെ ആചാര്യസ്വാമികൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്ന് ഈ ഒരു മനീഷാ പഞ്ചകം പഠിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ മനീഷാ പഞ്ചകത്തിലെ 5 ശ്ലോകങ്ങൾ ഒന്ന് ശ്രവിച്ചതിന് ശേഷം ആ ശ്ലോകങ്ങളുടെ സാമാന്യമായിട്ടുള്ള ഒരു സാരത്തെ നമുക്കിവിടെ ശ്രദ്ധിക്കാം. അപ്പൊ മനീഷാ പഞ്ചകം തുടങ്ങുന്നത് അന്നമയാത് അന്നമയമഥവാ ചൈതന്യമേവ ചൈതന്യാത് യതിവര ദൂരീകർത്തും വാഞ്ചസി കിം ബ്രൂഹി ഗച്ഛ ഗച്ഛേതി കിം ഗംഗാംബുനി ബിംബിതോംബരമണോ ചണ്ടാല വീഥീപയ പൂരേ വാന്തരമസ്തി കാഞ്ചനഘടേ മൃത്കുംഭയോർ വാംബരേ പ്രത്യഗ്വസ്തുനി നിസ്തരംഗ സഗജാനന്ദാവബോധാംബുധൗ വിപ്രോയം സ്വപചോയമിത്യഭിമഹാൻ കോയം വിഭേദശ്രമ. ഇവിടെ ചണ്ടാലന്റെ ചോദ്യം, അതിനുശേഷം ആചാര്യസ്വാമികളുടെ ഉത്തരമായിട്ട് 5 ശ്ലോകങ്ങൾ. ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു സ്ഫുടതരാ യാ സംവിദുജൃംഭതേ യാ ബ്രഹ്മാദി പിപീലികാന്തതനുഷു പ്രോദാ ജഗത് സാക്ഷിണി സൈവാഹം ന ച ദൃശ്യവസ്തുതി ദൃഢപ്രജ്ഞാപി യസ്യാസ്തി ചേത് ചണ്ഡാലോസ്തു സദുദ്യുജോസ്തു ഗുരുരിത്യേഷ മനീഷാ മമ. ബ്രഹ്മൈവാഹമിദം ജഗച്ഛ സകലം ചിന്മാത്ര വിസ്താരിതം സർവം ചൈതദ വിദ്യയാ ത്രിഗുണയാ ശേഷം മയാ കൽപ്പിതം ഇത്തം യസ്യ ദൃഢാമതിസുഖതരേ നിത്യേ പരേ നിർമ്മലേ ചണ്ഡാലോസ്തു സദുദ്യുജോസ്തു ഗുരുരിത്യേഷാ മനീഷാ മമ. ശശ്വന്നശ്വരമേവ വിശ്വമഖിലം നിശ്ചിത്യ വാചാ ഗുരു നിത്യം ബ്രഹ്മ നിരന്തരം വിമർശതാ നിർവ്യാജ ശാന്താത്മന ഭൂതം ഭാവിജ ദുഷ്കൃതം പ്രദഹതാ സംവിന്മയേ പാവകേ പ്രാരബ്ധായ സമർപ്പിതം സ്തുവപുരിത്യേഷാ മനീഷാ മമ. യാതിര്യം നരദേവതാഭിരഹമിത്യന്തസ്ഫുടാ ഗൃഹ്യത്തെ യദ്ഭാസാ ഹൃദയാക്ഷദേഹ വിഷയാ ഭാന്തി സ്വതേ സ്വതോ ചേതനാ താം ഭാസ്യൈ പിഹിതാർക്കമണ്ഡലനിഭാം സ്ഫൂർത്തിം സദാ ഭാവയൻ യോഗേന മാനസോ ഹി ഗുരുരിത്യേഷാ മനീഷാ മമ. യത്സൗഖ്യാമൃതിലേശലേശതയിമേ ശക്രാദയോ നിർവൃതാ യച്ചിത്തേ നിതരാം പ്രശാന്തകലനേ ലബ്ധ്വാ മുനിർനിർവൃത യസ്മിൻ നിത്യസുഖാംബുധൗ ഗളിതധീർബ്രഹ്മൈവ ന ബ്രഹ്മവിദ് യഃ കഞ്ചിത് സ സുരേന്ദ്രവന്ദിതപദോ നൂനം മനീഷാ മമ. ഇങ്ങനെ 5 ശ്ലോകങ്ങളിലായിട്ടാണ് ശങ്കരാചാര്യര് ഈ മനീഷാ പഞ്ചകം വിവരിക്കുന്നത്. ഇപ്പൊ ശ്രീശങ്കരൻ കാശിയിൽ താമസിക്കുന്ന സമയത്ത് ഗംഗാതീരത്ത് വെച്ച് എതിരെ 4 നായ്ക്കളുമായി വന്ന ചണ്ടാളനോട് കൂടെയുള്ളവർ മാറി നിൽക്കൂ എന്ന് പറയുന്ന സമയത്ത് ആ ചണ്ടാളൻ ജഡമായ ശരീരത്തോടാണോ അതോ ചൈതന്യമായ ആത്മാവിനോടാണോ മാറാൻ ആവശ്യപ്പെട്ടത് എന്ന് തിരിച്ചു ചോദിച്ചുവെന്നും ചണ്ടാളന്റെ ചോദ്യം കേട്ട് അദ്വൈതബോധമുണർന്ന ആചാര്യൻ അപ്പോൾ രചിച്ചതാണ് ഈ പഞ്ചകം എന്ന് ഐതിഹ്യം. അപ്പൊ ധാരാളം ഐതിഹ്യങ്ങള് നമുക്കിവിടെ പല സന്ദർഭങ്ങളിലും പല കഥകളിലും നമുക്ക് കാണാനും കേൾക്കാനും കഴിയും. അപ്പൊ ഈ ഐതിഹ്യങ്ങളെ മുഴുവൻ അതേപോലെ വിശ്വസിക്കുക എന്ന് പറയുന്നത് നമുക്ക് സാധ്യമല്ല. കാരണം ഇവിടെ ഐതിഹ്യം വിശ്വസിക്കുകയാണെങ്കിൽ ചില സംശയങ്ങൾ കൂടി നമ്മൾ ദൂരീകരിക്കേണ്ടി വരും എന്ന് സാരം. കാരണം ചണ്ടാലന്റെ ഈ ഒരു ചോദ്യത്തിന് മുമ്പ് ആചാര്യസ്വാമികൾ സമദർശി ആയിരുന്നില്ലേ? കാരണം ആചാര്യസ്വാമികളെ തുടക്കത്തിലെ സമദർശി ആയിരുന്നു എന്ന് നമുക്കറിയാം. ഇവിടെ ആ ആചാര്യസ്വാമികളുടെ
അദ്വൈതബോധത്തെ ഒന്ന് പരീക്ഷിക്കാൻ പരമശിവൻ ചണ്ടാള വേഷധാരിയായിക്കൊണ്ട് വേദങ്ങൾ 4 നായ്ക്കളുടെ രൂപത്തിൽ വന്നു എന്നൊക്കെ പല ആചാര്യന്മാരും പറഞ്ഞത് കേട്ടിട്ടുണ്ട്. എന്തായാലും ഐതിഹ്യങ്ങള് അതുപോലെ വിശ്വസിക്കുക എന്ന് പറയുന്നത് നമുക്ക് എളുപ്പമല്ല. ആ ഐതിഹ്യങ്ങൾ അവിടെ നിൽക്കട്ടെ. ഈ ഓരോ ശ്ലോകങ്ങളുടെയും അവസാനം ഏഷാ മനീഷാ മമ എന്ന് ആചാര്യസ്വാമികൾ പറയുന്നു. ഇങ്ങനെ 5 പ്രാവശ്യം ഏഷാ മനീഷാ മമ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇതിന് മനീഷാ പഞ്ചകം എന്ന പേര് വന്നത്. അദ്വൈതം എന്നത് അനുഭൂതിയാണ്, അത് എല്ലാവർക്കും അനുഭവമായിട്ടുള്ളതാണ് എന്നൊക്കെ തുടക്കത്തിൽ സൂചിപ്പിച്ചു. ഇവിടെ ഈ ആത്മാവായ എനിക്ക് അതിരുകളില്ല, അതുപോലെ അതിന് അറുതികളില്ല. ബ്രഹ്മഭിന്നമായിട്ട് ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ ഈ ദൃശ്യപ്രപഞ്ചം മുഴുവൻ ബ്രഹ്മവിസ്താരം തന്നെയാണ് എന്ന് പറയുന്നു. അതിനെ ആത്മഭിന്നമായിട്ട്, തന്നിൽ നിന്നും ഭിന്നമായിട്ട് കാണാനിടയാകുന്നത് അനാദിയായിട്ടുള്ള അവിദ്യ മൂലമാണ്, അറിവില്ലായ്മ മൂലമാണ്. ഇങ്ങനെയുള്ള തത്വങ്ങളൊക്കെ തന്നെ ഈ ഒരു മനീഷ പഞ്ചകത്തിലെ ആചാര്യൻ വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ ഈ ഓരോ ശ്ലോകങ്ങളിലൂടെയും ഗുരുവിന്റെ മഹത്വം എന്താണ് എന്നും ആരാണ് ഗുരുവെന്നും അവസാനം അവനവനെ തന്നെ ഗുരുവായി കണ്ടുകൊണ്ട് കാര്യങ്ങൾ ചെയ്യണമെന്നും ആചാര്യസ്വാമികളെ പ്രസ്താവിക്കുന്നു. അപ്പോ ഗുരു എന്ന് പറയുന്നത് സുരനര തിര്യക്കുകളിലെല്ലാം അന്തര്യാമിയായി പ്രകാശിക്കുന്നതും ദൃശ്യങ്ങളെയെല്ലാം പ്രകാശിപ്പിക്കുന്നതുമായ ആ സ്വയം പ്രകാശ സത്യത്തെയാണ് ഗുരു എന്ന് പറയുന്നത്. അപ്പൊ ആ ഗുരു താനെന്ന ബോധത്തിൽ നിത്യ തൃപ്തനായ യോഗിയാണത്രേ. അപ്പൊ അങ്ങനെയുള്ള യോഗികളെയാണ് ഉത്തമ ഗുരുവായിട്ട് സ്വീകരിക്കേണ്ടത് എന്നും ആ ഗുരു ഉപദേശം സ്വീകരിച്ചുകൊണ്ട് സ്വീയമായിട്ടുള്ള ആനന്ദത്തെ അനുഭവിച്ചവർ സർവ ജനസമാരാധ്യരായി തീരുകയും ചെയ്യുന്നു. അവൻ ബ്രഹ്മൻ തന്നെയാണ്. ആ അർത്ഥത്തിൽ നോക്കുന്ന സമയത്ത് ശങ്കരാചാര്യർ ഗുരുവായിത്തീരുന്നു. ഇപ്രകാരം അദ്വൈതം അത് നേടാനുള്ള ഗുരുപദേശത്തിന്റെ ആവശ്യം, ഗുരുവിന്റെ ലക്ഷണം, അനുഭൂതി തുടങ്ങിയിട്ടുള്ളതായ എല്ലാ കാര്യങ്ങളെയും സംക്ഷേപിച്ചുകൊണ്ട് ഈ മനീഷ പഞ്ചകത്തിലൂടെ ആചാര്യസ്വാമികൾ നമ്മുടെ മുമ്പില് അവതരിപ്പിക്കുന്നു. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഈ മനീഷ പഞ്ചകം എന്ന് പറയുന്നത് വേദാന്ത സാരസംഗ്രഹമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ആചാര്യകൃതികളിൽ ആകാരം കൊണ്ട് ലഘുവാണെങ്കിലും അന്തസത്തയിൽ വിശിഷ്ടമായിട്ടുള്ള ഗ്രന്ഥമാണ് മനീഷ പഞ്ചകം. ഇവിടെ മനീഷ പഞ്ചകത്തിന്റെ തുടക്കം നമ്മൾ ശ്രദ്ധിച്ചു. അന്നമയാത് അന്നമയം അഥവാ ചൈതന്യമേവ ചൈതന്യാത് യതിവര ദൂരീകർത്തും വാഞ്ചസി കിം ബ്രൂഹി ഗച്ഛേതി. അല്ലയോ യതിവര്യ, അങ്ങ് ശരീരത്തെ ഉദ്ദേശിച്ചാണോ അതോ ആത്മാവിനെ ഉദ്ദേശിച്ചാണോ മാറിപ്പോകൂ എന്ന് പറയുന്നത്? ശരീരത്തെ ഉദ്ദേശിച്ചാണെങ്കിൽ എന്റെ ശരീരവും അന്നമയം തന്നെ, അങ്ങയുടെ ശരീരവും അന്നമയം തന്നെ. ആത്മാവിനെ ഉദ്ദേശിച്ചാണെങ്കിൽ ആത്മാവ് ചൈതന്യമാത്രനാണ്. അപ്പൊ അതുകൊണ്ട് ഈ ജഡമായിട്ടുള്ള ശരീരമാണോ മാറേണ്ടത്, ആത്മാവാണോ മാറേണ്ടത് എന്ന് ചോദിച്ചു. അതിനുശേഷം പറയുന്നു കിം ഗംഗാംബുനി എന്ന് പറയുന്ന ശ്ലോകത്തിലൂടെ വീണ്ടും ചോദിക്കുന്നു, ഗംഗാജലത്തിലും ചണ്ടാലന്റെ മുമ്പിലുള്ള ഓടയിലെ വെള്ളത്തിലും പ്രതിഫലിക്കുന്ന സൂര്യനും സ്വർണക്കുടത്തിലെ ആകാശത്തിനും മൺകുടത്തിലെ ആകാശത്തിനും തമ്മിൽ എന്താണ് ഭേദം? അപ്പൊ തരംഗരഹിതമായ സമുദ്രം പോലെ ശാന്തമായി സച്ചിദാനന്ദ ലക്ഷണമായി സഹജമായിരിക്കുന്ന പ്രത്യേകാത്മ വസ്തുവിൽ ഇവൻ വിപ്രൻ, ഇവൻ ചണ്ടാലൻ എന്നിങ്ങനെയുള്ള ഭേദബുദ്ധിക്ക് സ്ഥാനം എവിടെയാണ്?
ഇപ്പൊ കാശിയിൽ വെച്ച് ശങ്കരാചാര്യരുടെ അദ്വൈതജ്ഞാനത്തെ പരീക്ഷിക്കാൻ ചണ്ഡാലരൂപിയായി വന്ന വിശ്വനാഥൻ ഉന്നയിച്ച ഈ ചോദ്യത്തിന് 5 ശ്ലോകങ്ങളിലൂടെ ആചാര്യൻ മറുപടി പറയുന്നു. ആദ്യത്തെ ശ്ലോകം നമ്മൾ ശ്രദ്ധിച്ചു. ജാഗ്രത് സ്വപ്ന സുസുപ്തിഷു എന്ന് പറയുന്ന ശ്ലോകത്തിലൂടെ ആചാര്യസ്വാമികൾ പറയുന്നു, ഏതൊരു ബോധമാണോ ഉണർവിലും സ്വപ്നത്തിലും ഉറക്കത്തിലും മറ്റെന്തിനേക്കാളും വ്യക്തമായി സദാ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത്, ഏതൊരു ബോധമാണോ ജഗത്തിനെ മുഴുവൻ പ്രകാശിപ്പിച്ചുകൊണ്ട് ബ്രഹ്മാവ് മുതൽ ഉറമ്പ് വരെ ഉള്ള ശരീരങ്ങളിൽ കോർത്തിണക്കപ്പെട്ടിരിക്കുന്നത്, ആ ബോധം തന്നെയാണ് ഞാൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉണ്ടായി മാറുന്ന ജഡവസ്തുവൊന്നും തന്നെ ഞാനല്ല. അതായത് ഇവിടെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ജഡവസ്തുക്കൾ ഒന്നും തന്നെ ഞാനല്ല എന്ന ഒരു ചിന്ത നമുക്ക് ഉണ്ടാവണം. ഇത്തരത്തിലുള്ള ഉറപ്പായ അറിവ്, അതായത് പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ് ഞാൻ, അല്ലാതെ ഈ കാണുന്ന ജഡവസ്തുക്കൾ ഒന്നുമല്ല എന്ന ചിന്ത ആർക്കാണോ ഉള്ളത്, അയാൾ ജനനം കൊണ്ട് ചണ്ടാളനോ അഥവാ ബ്രാഹ്മണനോ ആയിരിക്കട്ടെ, അത് ഗുരുവാണ്. യേഷാ മനീഷ മമ. മനീഷ എന്ന് പറയുന്നത് യാതൊരു സംശയവുമില്ലാത്ത ബുദ്ധി, അതിനെയാണ് മനീഷ എന്ന് പറയുന്നത്. അപ്പൊ എന്റെ സംശയമില്ലാത്തതായ ബുദ്ധി എന്ന് പറയുന്നത് എന്താണ്? ഈ പ്രപഞ്ചത്തിൽ അറിവുള്ളവർ ആരായാലും, അതായത് ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ് ഞാൻ എന്ന ബോധം ആർക്കാണോ ഉള്ളത്, അവനാണ് ഗുരു. അവൻ ജന്മം കൊണ്ട് ആരായാലും, ചണ്ടാളനായാലും ബ്രാഹ്മണനായാലും അവനെ ഗുരുവായി ഞാൻ സ്വീകരിക്കും എന്ന് ആചാര്യസ്വാമികളെ ഇവിടെ പറയുന്നു. രണ്ടാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് ബ്രഹ്മൈവാഹമിതം ജഗച്ച സകലം എന്ന് തുടങ്ങുന്ന ശ്ലോകമാണ് രണ്ടാമത്തെ ശ്ലോകം. ഇവിടെ പറയുന്നു, ഓരോ ജീവനും ബ്രഹ്മസ്ഥിതി കുറച്ചു നേരത്തേക്ക് മറന്നുപോകുന്നത് കൊണ്ട് അനാദിയായിട്ടുള്ള ഈ ഒരു സംസാര നാടകം കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മളെല്ലാവരും ബ്രഹ്മമാണ് എന്ന ബോധം മറക്കുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും ഈ കാണുന്ന ശരീരമാണ് ഞാൻ എന്ന ബോധത്തിലേക്ക് എത്തിച്ചേരുന്നു. ഉദാഹരണമായിട്ട് പറയുന്നത്, ഒരു നാടകത്തില് സ്ത്രീവേഷം കെട്ടി രംഗത്ത് അഭിനയിക്കുന്ന ഒരു നടൻ ആ അഭിനയിക്കുന്ന സമയത്തേക്ക് കുറച്ചു നേരത്തേക്കെങ്കിലും തന്റെ പുരുഷത്വത്തെ മറക്കുന്നു. കളി നിർത്തി അണിയറയിലേക്ക് എത്തുന്ന സമയത്ത് ആ സ്വഭാവസിദ്ധമായിട്ടുള്ള പുരുഷബോധത്തെ തിരിച്ചറിയുന്നു. അതേപോലെ ഈ ജീവൻ ജഡരൂപത്തിൽ നിസ്സംഗനായി ഞാൻ ആര് എന്ന ചോദ്യവും ചോദിച്ചുകൊണ്ട് അന്തർമുഖത നേടുന്ന നിമിഷം മുതൽ സ്വഭാവസിദ്ധമായ ബ്രഹ്മത്വം സ്ഫുരിക്കാൻ ആരംഭിക്കുന്നു. അപ്പൊ ആ ഈശ്വരനിൽ അലിഞ്ഞു ചേർന്നുകൊണ്ട് ആ സാധനയിലൂടെ പോകുന്ന സമയത്ത് നമ്മൾ ഈശ്വരനാണ്, അല്ലെങ്കിൽ ആ ഒരു ഈശ്വര ചൈതന്യമാണ് നമ്മളിൽ ഉള്ളത് എന്ന് ഉള്ള ഒരു ബോധം വരുന്നു. പിന്നീട് അത് മറന്നു പോകുന്ന സമയത്ത് വീണ്ടും ഈ ജഡശരീരമായിട്ടുള്ള ഞാനാണ് എന്ന ബോധത്തിലേക്ക് എത്തിച്ചേരുന്നു. ഇപ്പൊ ബ്രഹ്മസ്വരൂപമാണ് താനെന്ന് അറിഞ്ഞു, ജഗത്തും പൂർണ്ണമായി ആ സച്ചിദാനന്ദ മൂർത്തിയാണ് എന്ന് വെളിപ്പെട്ടു. ഈ സാക്ഷാത്കാരത്തോടുകൂടി വർത്തിക്കുന്ന ജീവൻ മുക്തന്റെ മുമ്പിലും നാമരൂപങ്ങൾ പ്രതിഭാസിച്ചു എന്ന് വരാം. പക്ഷെ അവയെ ഒരിക്കലും ഒരു സ്ഥിതപ്രജ്ഞനി ബന്ധകാരണങ്ങളായി തീരുന്നില്ല. അപ്പൊ സ്ഥിതപ്രജ്ഞൻ ആരാണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ആ സ്ഥിതപ്രജ്ഞ ഭാവത്തിലേക്ക് എത്തിച്ചേരാൻ ഇത്തരത്തിലുള്ള സാധനയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ബ്രഹ്മസ്വരൂപമാണ് ഞാനെന്ന് അറിയുന്നു. ആ ബ്രഹ്മസ്വരൂപമായിട്ടുള്ള ആളുകൾക്ക് നാമരൂപങ്ങള് അവരുടെ മുമ്പിലെ പ്രതിഭാസിച്ചു വരാം. പക്ഷെ അവ ഒരിക്കലും അവയെ ബന്ധനസ്ഥരാക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പൊ മരുഭൂമിയില്
കാണുന്നതായ ആ ഒരു കാനൽ ജലം എന്നൊക്കെ നമ്മൾ പറയും, അത് മിഥ്യയാണ് എന്ന് ശാസ്ത്രീയമായിട്ട് തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ ഒരു വസ്തുത മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കും മധ്യാഹ്നത്തിൽ മരുഭൂമിയിലേക്ക് നോക്കുന്ന സമയത്ത് ആ ഒരു മരുപ്പച്ച അല്ലെ, ആ ഒരു വെള്ളം അവിടെ അലയടിക്കുന്നതായിട്ട് തോന്നാം. പക്ഷേ ആ വെള്ളം കുടിക്കുവാൻ അയാൾ ഒരിക്കലും മെനക്കെടുന്നില്ല. കാരണം അയാൾക്ക് നല്ല ബോധ്യമുണ്ട് അത് തോന്നൽ മാത്രമാണ്. പക്ഷേ ഈ അറിവില്ലാത്തതായ മാൻപേടകള് ആ മൃഗതൃഷ്ണയെ പിന്തുടർന്ന് ദാഹം വർദ്ധിച്ച് നിലം പതിക്കുകയും ചെയ്യും. അതുപോലെ പ്രാരബ്ധ ഫലമായ ശരീരം നിലനിൽക്കുന്നിടത്തോളം ജീവൻ മുക്തനും നാമരൂപങ്ങൾ അവർക്ക് പ്രതിഭാസിച്ചെന്ന് വരാം. പഞ്ചഭൂതാത്മകമായിട്ടുള്ള ജഗത്തിലും വ്യക്തിയിലും ഈ സൂക്ഷ്മ സ്ഥൂല ജഡ അധ്യാസങ്ങൾ വേർതിരിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ആകാശം അതിസൂക്ഷ്മമായിട്ടുള്ള സത്വജണമാണെങ്കിൽ വായു കുറെ കൂടി സ്ഥൂല രൂപമായിട്ടുള്ള രാജസ ജഡമാണ്. ജഡപ്രതിഭാസങ്ങളുടെ ഈ താരതമ്യമാണ് ഗുണമണ്ഡലങ്ങൾക്ക് ആധാരമെന്നും വ്യക്തി ശരീരഗതങ്ങളായിട്ടുള്ള അഹംബോധത്തിൽ അവിദ്യ കൽപ്പിതങ്ങളാണ് നിത്യ ശുദ്ധ മുക്ത സ്വഭാവനായ ഒരു ജീവന്റെ തലത്തിലേക്ക് എത്തുമ്പോൾ അവിടെ ഈ ജഡരൂപത്തിലുള്ള എല്ലാം തന്നെ അസ്തമിക്കുന്നു. ആ അദ്വയാനന്ദ സത്തയെ സാക്ഷാത് അനുഭവിക്കുന്ന ആള് ആരായാലും അഭിവന്ദ്യനായ ആചാര്യ പദവിക്ക് അർഹൻ തന്നെയാണ്. ഒന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ മനുഷ്യനെ വിലയിരുത്തേണ്ടത് അടിസ്ഥാനമാക്കിയല്ല. നമ്മൾ സാധാരണ പറയും ജന്മനാ ജായതേ ശൂദ്രഃ കർമ്മണ ജായതേ ദ്വിജഃ. ഇവിടെ ആത്മജ്ഞാനമുള്ളവനാണ് യഥാർത്ഥ മഹാനായിട്ടുള്ള ഗുരു. അപ്പൊ ഞാൻ ശരീരമല്ല ആത്മാവാണ് എന്ന ബോധം നേടിയവൻ അവൻ ഏത് സമൂഹത്തിൽപ്പെട്ടവനായാലും ഗുരുവായി ആരാധിക്കപ്പെടേണ്ടവനാണ് എന്ന് ഈ രണ്ടാമത്തെ ശ്ലോകത്തിന്റെ സാരം. മൂന്നാമത്തെ ശ്ലോകം ശശ്യന്വശ്വരമേവ എന്ന് പറയുന്ന ശ്ലോകമാണ്. ഇപ്പൊ ഗുരു ഉപദേശം വഴി ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ സദാ നശ്വരം തന്നെയാണ് എന്ന് തീരുമാനിച്ച്, അതായത് ഈ പ്രപഞ്ചം എപ്പോഴും നശിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിഷ്കളങ്ക ഹൃദയത്തോടുകൂടി ശാശ്വതവും ഇടതെങ്ങി നിൽക്കുന്നതുമായ ബ്രഹ്മത്തെ വിചാരം ചെയ്തറിയുന്ന ആൾ ജ്ഞാനാഗ്നിയിൽ സഞ്ചിതവും ആഗാമിയുമായ കർമ്മസഞ്ചയത്തെ എരിച്ചു കളഞ്ഞിട്ട് സ്വശരീരത്തെ പ്രാരബ്ധ അനുഭവത്തിനായി വിട്ടുകൊടുക്കുന്നു. ഇതെന്റെ ഉറച്ച തീരുമാനമാണ്. അപ്പൊ കാണപ്പെടുന്ന പ്രപഞ്ച ദൃശ്യങ്ങളെയെല്ലാം, നമ്മൾ ഈ കാണുന്ന എല്ലാ പ്രപഞ്ച ദൃശ്യങ്ങളും അത് തീർച്ചയായിട്ടും നശ്വരമാണ്, നശിക്കുന്നതാണ്. അപ്പൊ ഗുരു ഉപദേശത്തിൽ നിന്ന് ഇത് നമ്മൾ വ്യക്തമായിട്ട് ധരിക്കണം, മനസ്സിലാക്കണം. അപ്പൊ നിത്യമായ ബ്രഹ്മസത്തയെ ഇടതടവില്ലാതെ നമ്മൾ വിചാരം ചെയ്യണം. ശമദമാദികൾ കൊണ്ട് ചിത്തത്തെ നിഷ്കളങ്കമാക്കി ശാന്തതയിൽ എത്തിക്കണം. അപ്പോ നമ്മുടെ പ്രാണായാമം പോലെയുള്ള, അതുപോലെ മറ്റ് നിയമാദികളിലൂടെയൊക്കെ നമ്മുടെ മനസ്സിനെ നമ്മൾ നിഷ്കളങ്കമാക്കി അതിനെ ശാന്തതയിൽ എത്തിക്കണം. ശാന്തമായിട്ടുള്ള ആ ഒരു മനസ്സിലേക്കാണ് നല്ല നല്ല ചിന്തകളൊക്കെ കടന്നു വരിക. അപ്പൊ ഇത്രയുമായാൽ ഉള്ളിൽ ജ്ഞാനാഗ്നി ജ്വലിച്ചു വരും. അങ്ങനെ നമ്മുടെ മനസ്സിനെ ഇത്തരത്തിലുള്ള നിയമാദികളിലൂടെ, സാധനയിലൂടെ, സത്സംഗത്തിലൂടെ, നാമജപത്തിലൂടെയൊക്കെ തന്നെ ശാന്തമാക്കി തീർത്താൽ ആ മനസ്സിലേക്ക് ജ്ഞാനാഗ്നി ജ്വലിച്ചു വരും. അപ്പോ ആ ജ്ഞാനാഗ്നിയിൽപ്പെട്ട് സഞ്ചിതവും ആഗാമിയുമായ കർമ്മങ്ങൾ ദഹിച്ച് ചാമ്പലാകും. നമ്മുടെ എല്ലാ കർമ്മങ്ങളും
ആ നമ്മുടെ മനസ്സിലുണ്ടാകുന്നതായ ജ്ഞാനാഗ്നിയിൽ ദഹിച്ച് ചാമ്പലായിത്തീരും. പിന്നീട് ശരീരത്തെ പ്രാരബ്ധ കർമ്മം അനുഭവിക്കാനായി നിസ്സങ്കോചം നിയോഗിക്കുകയും ചെയ്യാം. അപ്പൊ നമ്മുടെ ശരീരം ഒരുപാട് പ്രാരബ്ധ കർമ്മങ്ങൾ നമ്മുടെ ശരീരത്തിന് അനുഭവിക്കേണ്ടതുണ്ട്. ആ പ്രാരബ്ധ കർമ്മത്തിന് വേണ്ടി നമ്മുടെ ശരീരത്തെ നമ്മൾ വിട്ടുകൊടുക്കാം. പക്ഷെ നമ്മുടെ മനസ്സെങ്ങനെയാണ്? നമ്മുടെ മനസ്സ് ഇപ്പോൾ എല്ലാ ചിന്തകളെയും മാറ്റി നിർത്തിക്കൊണ്ട് ആ മനസ്സിലുണ്ടായതായ ജ്ഞാനാഗ്നിയിൽ നമ്മുടെ മനസ്സിലുള്ള എല്ലാ ചിന്തകളെയും നമ്മൾ ദഹിപ്പിച്ചു കഴിഞ്ഞു, ശാന്തനായി. അപ്പോ ഈ ശരീരം വേറെയാണ്, നമ്മുടെ ആത്മാവ് വേറെയാണ് എന്നുള്ള ഒരു ചിന്തയിലേക്ക് എത്തിച്ചേർന്നാൽ ഞാൻ എന്ന് പറയുന്നത് ഈ കാണുന്ന ജഡശരീരമല്ല, മറിച്ച് എൻ്റെ ആത്മാവാണ് എന്ന ബോധത്തിലേക്ക് എപ്പോഴാണോ നമ്മൾ എത്തിച്ചേരുന്നത്, ആ സമയത്ത് എന്താണ് നമുക്ക് ഈ പറഞ്ഞതുപോലെ സ്വസ്ഥമായിട്ട് മുന്നോട്ട് പോകാം. ഇത് എനിക്ക് ഏഷ മനീഷാമമ, ഇതെന്റെ നിശ്ചയമായിട്ടുള്ള ബുദ്ധിയാണ്, യാതൊരു സംശയവുമില്ലാതെ ചിന്തയാണ് എന്ന് ആചാര്യസ്വാമികൾ പറയുന്നു. ഇപ്പൊ 2 ശ്ലോകങ്ങളില് ബ്രഹ്മസ്വരൂപവും പ്രപഞ്ചസ്വരൂപവും വ്യക്തമായി ചർച്ച ചെയ്ത് കഴിഞ്ഞു. ബ്രഹ്മസ്വരൂപത്തിൽ ബുദ്ധി ഉറച്ചവൻ ആരായാലും ഗുരു തന്നെയാണ് എന്ന് പ്രഖ്യാപിച്ചു. ഇത്ര വിശിഷ്ടമായിട്ടുള്ള ബ്രഹ്മാനുഭൂതി കൈവരാനുള്ള ഉപായവും അനുഭൂതി സ്വരൂപവുമാണ് 3-ാമത്തെ പദ്യത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അപ്പൊ സത്യാനുഭൂതി കൊതിക്കുന്ന ഒരാൾ വിശ്വത്തിന്റെ നശ്വരത മനസ്സിലാക്കി ലോകഭോഗങ്ങളിൽ വിരക്തനായി തീരുകയാണ് ആദ്യമായിട്ട് വേണ്ടത്. അപ്പോ ആരാണോ ഈ സത്യാനുഭൂതി, അതായത് സച്ചിദാനന്ദത്തെ ആഗ്രഹിക്കുന്നത്, എല്ലാവരുടെയും ജീവിതത്തിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ആ സച്ചിദാനന്ദത്തെ അനുഭവിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു സച്ചിദാനന്ദത്തെ ആരാണോ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെയുള്ള ആളുകള് ഈ ലോകത്തിലുള്ള എല്ലാ ഭോഗസുഖങ്ങളിൽ നിന്നും വിരക്തനായി തീരണം. അപ്പോ അതിനോടൊക്കെ നമുക്ക് എന്ത് വേണം? വിരക്തി വരണം, വൈരാഗ്യം വരണം. അപ്പൊ ആ ഒരു വൈരാഗ്യത്തെ നമുക്ക് നേടാൻ സാധിച്ചാൽ പിന്നീട് ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വര ചൈതന്യമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ പ്രപഞ്ചം സത്യവും സുഖകരവുമാണെന്ന് കരുതുന്നയാൾക്ക് പിന്നെ മറ്റൊരു സത്യത്തെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. വൈരാഗ്യത്തിൽ ആരംഭിക്കുന്ന സത്യാന്വേഷണം വൈരാഗ്യത്തിന്റെ തീഷ്ണതയനുസരിച്ച് വളർന്ന് ശക്തിപ്പെടുകയും ചെയ്യും. അപ്പൊ നമ്മൾ സത്യാന്വേഷികളായി തീരുന്ന സമയത്ത് നമ്മുടെ വൈരാഗ്യത്തിന്റെ ശക്തി എത്രയാണോ അതിനനുസരിച്ച് നമ്മുടെ സത്യാന്വേഷണവും ശക്തിപ്പെടും എന്ന് പറയുന്നു. അപ്പൊ വൈരാഗ്യം എന്ന് പറയുന്നത് അല്ലെ, നമ്മുടെ ലൗകികമായിട്ടുള്ള ഭാഷയിൽ പറയുന്ന വൈരാഗ്യമല്ല, അതായത് മറ്റുള്ളവരോട് അയൽവാസിയോട് തോന്നുന്ന ആ ഒരു വൈരാഗ്യമല്ല അല്ലെ. വേദാന്തത്തിലെ വൈരാഗ്യം സ്ഥിരമായിട്ട് വേദാന്ത ഉപനിഷത്ത് ക്ലാസ്സുകളൊക്കെ കേൾക്കുന്ന നിങ്ങളോടത് വിശദമാക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വസ്തുവിനോട് തോന്നുന്ന ഒരു വെറുപ്പ്, സാധാരണ പറയും നമ്മൾ വഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഇപ്പൊ പട്ടിയോ പൂച്ചയോ എന്തെങ്കിലും ചത്ത് അളിഞ്ഞു കിടക്കുന്ന സമയത്ത് അതിനെ കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു വെറുപ്പ്, ഒരു അറപ്പ്, ആ ഒരു അറപ്പ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തുവിനോട് ഉണ്ടാവുക, അതിനെയാണ് ശരിക്കും വൈരാഗ്യം എന്ന് പറയുന്നത്. അതായത് ഒന്നിനോടും യാതൊരു വിധത്തിലുമുള്ള ആസക്തി ഇല്ലാതിരിക്കുക, ഈശ്വരനോട് മാത്രം ആസക്തി ഉണ്ടാവുക, അതാണ് വൈരാഗ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പ്രപഞ്ചം നശ്വരമാണ് എന്ന് അടിക്കടി നമ്മളെ ഇങ്ങനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഒരു സംശയം വരും, കാരണം ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് നശ്വരമാണ്, നശിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ ഇവിടെ ശാശ്വതമായിട്ട് സ്ഥിരമായിട്ട് നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നൊരു ചോദ്യം നമുക്ക് വരാം. ശാശ്വതമായിട്ടുള്ള ഒരു പരമ കാരണത്തിലല്ലാതെ
അശാശ്വതമായിട്ടുള്ള ഒന്നും പ്രതിഭാസിക്കാൻ പറ്റുകയില്ല. ഇത് നിയമമാണ്. അല്പം ഒരു വിശകലന ശക്തിയുണ്ടെങ്കിൽ ഈ ഒരു നിയമം ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എന്ന് ആചാര്യന്മാർ സൂചിപ്പിക്കുന്നു. അപ്പൊ ശാശ്വതമായിട്ടുള്ള ഒരു സത്യം നൈമിഷികങ്ങളായ പ്രതിഭാസങ്ങൾക്ക് അധിഷ്ഠാനമായി ഉണ്ടെന്നുള്ള വസ്തുത ഒന്നു മാത്രമാണ് ഈ ജീവിതത്തെ അർത്ഥവത്താക്കി തീർക്കുന്നത്. ഒരു ജീവൻ മുക്തന്റെ പ്രാരബ്ധ കർമ്മ അനുഭവ രഹസ്യം വാസനാമയമായ കർമ്മബന്ധങ്ങളിൽപ്പെട്ടുഴലുന്ന ഒരാൾക്ക് ഗ്രഹിക്കുവാനേ സാധ്യമല്ല. അപ്പോ ഇരു കൂട്ടരുടെയും കർമ്മത്തെ ഭഗവാൻ ഗീതയിൽ വിവരിക്കുന്നു. യുക്ത കർമ്മഫലം തെക്വാ ശാന്തിമാപ്നോതി നൈഷ്ഠികീം അയുക്ത കാമകാരേണ ഫലാസക്തോ നിബധ്യതേ. ഇപ്പൊ ജീവൻ മുക്തനായിട്ടുള്ള ഒരാള് തന്റെ ശരീരം കൊണ്ട് ഇടതടവില്ലാതെ പ്രവർത്തിച്ചാലും മനസ്സുകൊണ്ട് കർമ്മഫലം ഉപേക്ഷിച്ച് ആത്മനിഷ്ഠമായ ഒരു ശാന്തി അനുഭവിക്കുന്നു. ആത്മാന്വേഷണം നടത്താതെ അജ്ഞാനി മനസ്സുകൊണ്ട് കർമ്മഫലത്തെ മുറുകെ പിടിച്ചിട്ട് ഒടുങ്ങാത്തതായ കർമ്മപ്രവാഹത്തിൽ ഒഴുകുന്നു. ആത്മദർശനം കൊണ്ട് മാത്രമേ നമുക്ക് കർമ്മമുക്തി സാധ്യമാകുകയുള്ളൂ എന്ന് ഗീതയിലൂടെ ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നു. അപ്പോ ശങ്കര ഭഗവത്പാദരെ പോലെ ജീവൻ മുക്തനായി ഇരുന്നു കൊണ്ട് ഇത്രയേറെ കർമ്മം ചെയ്ത മറ്റൊരു വ്യക്തി ഉണ്ടോ എന്ന കാര്യം സംശയമാണ്. നമുക്കും തീർച്ചയായിട്ടും ആ ആചാര്യന്റെ പാദങ്ങളെ തന്നെ പിന്തുടരാം. അപ്പൊ നിരന്തരമായിട്ടുള്ള ബ്രഹ്മാനുധ്യായം കൊണ്ട് ചിത്തശുദ്ധി നേടണം. ഈശ്വരനെ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ മനസ്സ് ശുദ്ധമാക്കണം. ആ ശരീരത്തെ പ്രാരബ്ധ കർമ്മ അനുഭവങ്ങൾക്കായി വിട്ടുകൊടുക്കുകയും വേണം. സത്യ അനുഭൂതിക്ക് കൊതിക്കുന്ന ജീവിതം പൂർണ്ണ സാക്ഷാത്കാരം വരെ തുടർന്നു പോകേണ്ടതായ ദിനചര്യയാണ് ആചാര്യപാദര് മൂന്നാമത്തെ ശ്ലോകത്തില് വിശദമാക്കിയത്. ഇവിടെ നിരന്തരമായിട്ട് ബ്രഹ്മാനുധ്യായം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ നിരന്തരമായി ഭഗവാനെ ധ്യാനിക്കണമെന്ന് പറഞ്ഞു. അപ്പോ പ്രത്യക്ഷ വിഷയമല്ലാതെ ഒരു വസ്തുവിനെ എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത്, എങ്ങനെയാണ് അനുധ്യാനിക്കുക? കാരണം നമുക്ക് എന്തെങ്കിലും ഒരു രൂപത്തെക്കുറിച്ച് ഒരു ധാരണയുണ്ടെങ്കിൽ മാത്രമേ ആ രൂപത്തെ ധ്യാനിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ വസ്തുസ്വരൂപത്തെക്കുറിച്ച് ഒരു അറിവുമില്ലാതിരിക്കെ അതിനെ അനുസന്ധാനം ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഒരു പക്ഷേ സ്വരൂപം എന്തെന്ന് നിശ്ചയമില്ലാതെ വസ്തുവിനെയും അനുസന്ധാനം ചെയ്യാൻ സാധിക്കും എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ആ അനുസന്ധാനം എങ്ങനെയായിരിക്കും? അപ്പൊ ഇവിടെ പറഞ്ഞു, ഈ ഒരു ജഡരൂപമല്ല ഞാനെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ ഈശ്വരന് സ്വരൂപമില്ല, നിർഗുണമാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് നിർഗുണവും നിശ്ചലവുമായിട്ടുള്ള വേദാന്ത സത്യത്തെ തിരയാൻ ആഗ്രഹിക്കുന്നവരുടെ ഉള്ളിൽ സ്വാഭാവികമായി പൊന്തി വരാവുന്ന ഈ എല്ലാ സംശയങ്ങൾക്കും വ്യക്തമായ മറുപടിയാണ് മനീഷ പഞ്ചകത്തിലെ 4-ാമത്തെ ശ്ലോകത്തിലൂടെ ആചാര്യസ്വാമികൾ പറയുന്നത്. യാതിരിയം നരദേവതാവിരഹമിത്യന്തസ്ഫുടാഗൃഹ്യതേ യദ്ഭാസ ഹൃദയാക്ഷദേഹ വിഷയാ ഭാന്തി സ്വതോ ചേതനാഃ താം ഭാസ്യൈ പിഹിതാർക്കമണ്ഡലനിഭാം സ്ഫൂർത്തിം സദാ ഭാവയൻ യോഗീ നിർവൃതമാനസോ ഹി ഗുരുരിത്യേഷാ മനീഷാ മമ. ഏതൊരു ബോധമാണോ പക്ഷിമൃഗാദി ജന്തുക്കളിലും മനുഷ്യരിലും ദേവന്മാരിലും ഞാൻ എന്നിങ്ങനെ സ്പഷ്ടമായി ഉള്ളിൽ ഗ്രഹിക്കപ്പെടുന്നത്, സ്വതവേ തന്നെ അചേതനങ്ങളായ മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ദേഹം, വിഷയങ്ങൾ എന്നിവ യാതൊന്നിന്റെ പ്രകാശം കൊണ്ട് മാത്രമാണോ ഉള്ളതായി അനുഭവപ്പെടുന്നത്? സൂര്യൻ മേഘപടലം കൊണ്ട് മറയ്ക്കപ്പെടുന്നത് പോലെ ആ ബോധം
ദൃശ്യപദാർത്ഥങ്ങളാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഭാവന ചെയ്ത് മനസ്സ് ആ ഒരു സത്യത്തിൽ യോജിപ്പിച്ച് നിത്യ തൃപ്തനായി കഴിയുന്ന യോഗി ഗുരുവാണ്. ഇക്കാര്യം എൻ്റെ നിശ്ചയമായിട്ടുള്ള ഉറപ്പാണ്. അപ്പൊ പക്ഷി മൃഗാദികളിലും നര ദേവാദികളിലും ഞാൻ എന്നിങ്ങനെ ഉള്ളിൽ വ്യക്തമായി അനുഭവരൂപേണ ഗ്രഹിക്കുന്നത് ആത്മസ്വരൂപം തന്നെയാണ്. ആത്മസത്തയെ മറച്ചിരിക്കുന്ന ജഡസങ്കല്പങ്ങളും വികാരങ്ങളും ഒന്നൊന്നായി അകലുന്നതോടുകൂടി ആ ആനന്ദനിധി കൂടുതൽ കൂടുതൽ തെളിഞ്ഞു വരും. ഒടുവിൽ സങ്കല്പങ്ങളെല്ലാം നിശേഷം മാറി സത്യം അന്വേഷകന്റെ സ്വരൂപമായി തീരുകയും ചെയ്യും. ഉജ്ജ്വലമായിട്ടുള്ള ഈ സത്യം അനുഭവ രഹസ്യമാണ്. ഇതാണ് 5-ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഇവിടെ പറഞ്ഞത് രൂപവും ഭാവവും ഒന്നുമില്ലെങ്കിലും ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നതായ ആ ഒരു ചൈതന്യം തന്നെയാണ് ഞാൻ എന്നുള്ള ഭാവം. ആ ഒരു ആത്മസ്വരൂപത്തെ അറിയുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്നിവിടെ സൂചിപ്പിക്കുന്നു. ഇപ്പൊ ഭാഗവതം മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെ, അതില് ഓരോ സന്ദർഭങ്ങളിലും ഓരോ കഥകൾ പറയുന്ന സമയത്തും അവിടെയൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണ്? അതായത് പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന എല്ലാ ചൈതന്യവും ഞാനാണ്, ഞാൻ തന്നെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പ്രപഞ്ചം മുഴുവൻ ഞാനാണ് എന്ന ഒരു ബോധം ആർക്കാണോ ഉണ്ടാവുന്നത്, അവിടെയാണ് അഹം ബ്രഹ്മാസ്മി തത്വമസി പോലെയുള്ള മഹാവാക്യങ്ങളൊക്കെ പ്രാവർത്തികമാകുന്നത്. നമ്മൾ സാധാരണ അഹം ബ്രഹ്മാസ്മി തത്വമസി എന്നൊക്കെ പ്രസംഗത്തിലും മറ്റു സന്ദർഭങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷെ അതിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു ഭാവത്തെ മനസ്സിലാക്കിക്കൊണ്ട് പറയാൻ സാധിക്കുന്നവർ അല്ലെ വളരെ തുച്ഛമായിരിക്കും. അങ്ങനെ ഒരു ഭാവത്തിലേക്ക് ഓരോരുത്തരും എത്തിച്ചേർന്നാൽ നമ്മുടെ ഈ ഒരു ലോകം അല്ലെ എത്ര സുന്ദരമായി തീരും. കാരണം ഞാനും നിങ്ങളും എല്ലാവരും ഈശ്വര ചൈതന്യമാണ്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത് ആ ഈശ്വരനാണ് എന്നുള്ള ബോധം നമ്മളിലേക്ക് എത്തിച്ചേർന്നാൽ നമുക്ക് ആരോടും പകയില്ല, ദേഷ്യമില്ല, അസൂയയില്ല, എല്ലാത്തിനോടും സ്നേഹം മാത്രം. കാരണം ഈ ലോകത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണ് എന്ന് ചോദിച്ചാൽ നമ്മളെ തന്നെയാണ് എന്ന് പറയും. നമ്മളെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് എന്ന് പറയും. അപ്പൊ നമ്മളെ സ്നേഹിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ളതായ ആ ഒരു പരമാത്മ ചൈതന്യത്തെയാണ്. ആ പരമാത്മ ചൈതന്യത്തെ നമ്മൾ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ഈശ്വരനെ സ്നേഹിക്കുന്നതിന് തുല്യമാണ്. ആ ഈശ്വരനെ സ്നേഹിക്കാൻ സാധിച്ചാൽ, ആ ഈശ്വരനെ മാത്രം ഇഷ്ടപ്പെടാൻ സാധിച്ചാൽ അല്ലെ, ഈ പ്രപഞ്ചത്തിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും ഒന്നും തന്നെ ഉണ്ടായിത്തീരുകയില്ല എന്ന് സൂചിപ്പിക്കുന്നു. അപ്പോ ഈ പക്ഷി മൃഗാദികളിലും മറ്റ് മനുഷ്യരിലും മറ്റെല്ലാ ജീവജാലങ്ങളിലുമുള്ളതായ ആ ഒരു ചൈതന്യത്തെ ഞാൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള ആത്മാവിൽ ചിത്തമുറപ്പിച്ച് സദാ ആത്മാനുഭൂതിയിൽ മുഴുകുന്ന യോഗിയുടെ മനസ്സ് കളങ്കങ്ങളെല്ലാം അകന്ന് നിർമ്മലമായി തീരുന്നു. അപ്പൊ ആ സമയത്ത് കൂടുതൽ കൂടുതൽ ബ്രഹ്മബോധം വളർന്ന് അനന്തമായിട്ടുള്ള സുഖം ആ അനുഭൂതിക്ക് വിഷയമായി തീരുന്നു. ഈയൊരു കാര്യമാണ് യോഗി നിർവൃത മാനസോഹി എന്ന് പറഞ്ഞുകൊണ്ട് ആചാര്യസ്വാമികള് വിശദമാക്കിയിട്ടുള്ളത്. അപ്പൊ ഈയൊരു ബ്രഹ്മാനുഭൂതി നേടാൻ കഴിഞ്ഞ ആള് ജനിച്ചത് ഏത് കുലത്തിലായിക്കൊള്ളട്ടെ
അവൻ എനിക്ക് ഗുരുവാണ് എന്നാണ് ആചാര്യസ്വാമികൾ പറയുന്നത്. അപ്പോ ആത്മസത്തയെ മറച്ചിരിക്കുന്നതായ ജഡസങ്കല്പങ്ങളും വികാരങ്ങളും ഓരോന്നായി അകലുന്നതോടുകൂടി ആ ഒരു ആനന്ദമാകുന്ന നിധി കൂടുതൽ കൂടുതൽ തെളിഞ്ഞു വരും. ഒടുവിൽ സങ്കല്പങ്ങളെല്ലാം നിശേഷം മാറി ആ ഒരു സത്യം അന്വേഷകന്റെ സ്വരൂപമായി തീരുകയും ചെയ്യും. ഉജ്ജ്വലമായിട്ടുള്ള ഈ ഒരു സത്യ അനുഭവ രഹസ്യമാണ് മനീഷ പഞ്ചകത്തിലെ അവസാനത്തെ ശ്ലോകത്തില് ആചാര്യസ്വാമികള് വിശദമാക്കുന്നത്. യത് സൗഖ്യാംബുധിലേശലേശദൈമേ ശക്രാദയോ നിർവൃതാഃ യച്ചിത്തേ നിതരാം പ്രശാന്തകലനേ ലബ്ധ്വാ മുനിർനിർവൃത യസ്മിൻ നിത്യസുഖാംബുധൗ ഗളിതധീഃ ബ്രഹ്മൈവ ന ബ്രഹ്മവിദ് യഃ കഞ്ചിത് സസുരേന്ദ്രവന്ദിതവതോ നൂനം മനീഷാ മമ. ഏതൊരു സുഖസമുദ്രത്തിന്റെ ലേശലേശം നുകർന്നിട്ടാണോ ഇന്ദ്രാദി ലോകപാലകന്മാർ പോലും ആനന്ദ നിർവൃതരായി കഴിഞ്ഞുകൂടുന്നത്, ലോക സങ്കല്പങ്ങൾ പൂർണ്ണമായി ഉപശമിച്ച ചിത്തത്തിൽ ഏതൊന്നിനെ സാക്ഷാത്കരിച്ചിട്ടാണോ സത്യദർശി മൗന ആനന്ദത്തിൽ ആഴ്ന്നിരിക്കുന്നത്, ആ സുഖസമുദ്രത്തിൽ ബുദ്ധി അലിഞ്ഞു ചേർന്നയാളെ ബ്രഹ്മത്തെ അറിയുന്ന ആളായിട്ടല്ല, സാക്ഷാൽ ബ്രഹ്മാവായി തന്നെയാണ് കരുതേണ്ടിയിരിക്കുന്നത്. അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പാദത്തിൽ ഇന്ദ്രൻ പോലും കുമ്പിട്ട് നമിക്കുന്നു. ഇതെല്ലാം എന്റെ ഉറച്ച തീരുമാനമാണ്. അപ്പൊ യജ്ഞദാനാദികൾ കൊണ്ടോ വേദാധ്യയനം കൊണ്ടോ ദേഹത്തെ ദണ്ഡിപ്പിക്കുന്ന കഠിന തപസ്സുകൾ കൊണ്ടോ ഭഗവാനെ ലഭിക്കുന്നതല്ല. ഇക്കാര്യം വ്യക്തമായിട്ട് ഭഗവാൻ സൂചിപ്പിക്കുന്നു. ഭക്തിയാ ത്വദന്യയാ ശക്യം അഹമേവം വിധോർജുന ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തപ. ഭഗവാൻ ഈ ഒരു ഭക്തനെ പറ്റി വളരെ വിശദമായിട്ട് പറയുന്നു. ഭക്തിയ ത്വനന്യയാ ശക്യ അഹമേവം വിധോർജുന ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തപ. അർജുന, സർവാർപ്പണ ബുദ്ധിയുള്ള ഇടതടവില്ലാത്ത ഭക്തി കൊണ്ട് മാത്രമേ എന്നെ ഈ ഒരു രൂപത്തിൽ അറിയാൻ പറ്റൂ. അപ്പോ അത്തരം നിരന്തര അനുസന്ധാന രൂപിണിയായ ഭക്തിയുണ്ടെങ്കിൽ അറിയുവാൻ മാത്രമല്ല എന്നെ കാണുവാനും കണ്ടുകണ്ടൊടുവിൽ ഞാനായി തന്നെ തീർന്ന് എന്നിൽ കടന്നു കയറി ലയിക്കുവാനും സാധിക്കും. അപ്പൊ മേലുദ്ധരിച്ച ഗീതാശ്ലോകത്തിന്റെ ഒരു വിശദീകരണം തന്നെയാണ് മനീഷ പഞ്ചകത്തിലെ അവസാനത്തെ പദ്യം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ചാന്തോക്യ ഉപനിഷത്തിലെ തത്വമസി എന്ന് പറയുന്ന മഹാവാക്യത്തിന്റെ അനുഭവ നിഷ്ഠമായിട്ടുള്ള ഒരു വിവരണം കൂടിയാണ് മനീഷ പഞ്ചകത്തിലെ അവസാനത്തെ ശ്ലോകം. വിഷയാനന്ദം, യോഗാനന്ദം, ആത്മാനന്ദം, ബ്രഹ്മാനന്ദം ഇവയുടെ ഉത്കൃഷ്ട രൂപങ്ങളാണ് ശ്ലോകത്തിലെ ഓരോ വരിയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ നിലയില് ബ്രഹ്മാനന്ദത്തിലേക്ക് എത്തിച്ചേരേണ്ടതാണ് എന്നുള്ള ഒരു നിർദ്ദേശവും ഇവിടെ ചിത്തശുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ഇതെല്ലാം വേണം. വേദാധ്യയനം വേണം, അതുപോലെ യജ്ഞദാനാദികൾ വേണം, തപസ് വേണം. ഇതൊക്കെ ആവശ്യമാണ്. പക്ഷെ ഇതുകൊണ്ട് മാത്രം നമുക്ക് ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ സാധിക്കുകയില്ല. കാരണം എന്താ? ഭഗവാനെ നമുക്ക് അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം? നിർമ്മലമായിട്ടുള്ള ഭക്തി വേണം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഗോപികമാര്. അവര്
യാഗങ്ങളോ യജ്ഞങ്ങളോ ഒന്നും ചെയ്യാതെ തന്നെ, തപസ് ചെയ്യാതെ, അല്ലെ, ആ ഭഗവാനെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട്, ആ ഗോപപാലനായിട്ടുള്ള ഉണ്ണിക്കണ്ണനെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ടാണ് അവരുടെ ഓരോ ദിവസവും ആരംഭിക്കുന്നത്. ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പശുവിനെ കറക്കുന്നത് മുതൽ അവർ ചിന്തിക്കുന്നത് എന്താണ്? ഈ പശുവിനെ കറന്ന് ഈ പാലും തൈരും വെണ്ണയും ഒക്കെ തന്നെ ആർക്കുള്ളതാണ്? ആ ഉണ്ണിക്കണ്ണനുള്ളതാണ്. അതവര് വളരെ അവരുടെ ഓരോ കർമ്മങ്ങളും ഭക്തിയോടുകൂടി അവർ ചെയ്യുന്നു. ആ ഭക്തിയോടുകൂടി അവർ ഓരോ കർമ്മങ്ങളും ചെയ്യുന്ന സമയത്ത് ഇത് കണ്ണനുള്ളതാണ്, ഇത് കണ്ണനുള്ളതാണ് എന്ന ബോധത്തോടുകൂടി ചെയ്യുമ്പോ അവരുടെ എല്ലാ പ്രാരബ്ധങ്ങളെയും ഭഗവാൻ സ്വീകരിക്കുകയാണ്. അവരുടെ ഓരോരുത്തരുടെയും ഗൃഹങ്ങളിൽ ചെന്ന് അവർ മാറ്റിവെച്ചതായ വെണ്ണയും പാലും തൈരും ഒക്കെ ഭഗവാൻ സ്വീകരിക്കുന്നു. അതേപോലെ അർജുനനോട് ഭഗവാൻ പറയുന്നു, ഭക്തി കൊണ്ട് മാത്രമേ എന്നെ അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഭഗവാനെ അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഭക്തി വേണം. ആ ഭഗവാനെ ചിന്തിച്ച് ചിന്തിച്ച് ഭഗവാനെ കണ്ട് കണ്ട് ഒടുവിൽ ആ ഭഗവാനായി തന്നെ തീർന്ന് ഭഗവാനിൽ കടന്നു കയറി ലയിക്കുവാനും സാധിക്കും എന്ന് പറയുന്നു. അപ്പോ ഭഗവാനെ സാക്ഷാത്കരിക്കുവാൻ, ആ ഭഗവാനെ നമുക്ക് അടുത്തറിയുവാൻ യാതൊരു ഉപാധിയുമില്ലാത്ത നിഷ്കളങ്കമായിട്ടുള്ള ഭക്തിയാണ് വേണ്ടത് എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. അപ്പൊ ആ ഭക്തിയോടുകൂടി ഭഗവാനിലേക്ക് എത്തിച്ചേരുന്ന സമയത്ത് ഈ പ്രപഞ്ചത്തിൽ ആരൊക്കെയാണോ നമുക്ക് അറിവുകൾ പകർന്നു തരുന്നത് അവരെയൊക്കെ ഈശ്വരനായിട്ട് കാണണം, ഗുരുവായിട്ട് കാണണമെന്ന് ആചാര്യസ്വാമികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഭാഗവതത്തില് ഏകാദശ സ്കന്ധത്തില് ദത്താത്രേയം മഹർഷി തന്റെ യദുമഹാരാജാവിന്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഈ പ്രപഞ്ചത്തിലുള്ളതായ 24 ഗുരുക്കന്മാരെ പറ്റി വിശദമാക്കുന്നുണ്ട്. അപ്പോ ഈ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ ഗുരുവാണ്. ഈ പ്രപഞ്ചത്തിലെ ഓരോ ജീവജാലങ്ങളിൽ നിന്നും നമുക്ക് പലതും പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഗുരുവിന്റെ കുലത്തെക്കുറിച്ചോ കുലമഹിമയെക്കുറിച്ചോ ഒന്നും ചിന്തിക്കേണ്ടതില്ല എന്ന് ഈ മനീഷാ പഞ്ചകത്തിലൂടെ ആചാര്യസ്വാമികൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. അപ്പൊ വേദാന്തം എന്ന് പറയുന്നത് പ്രപഞ്ചം മിഥ്യയാണെന്ന് പറയുവാൻ മാത്രമുള്ള ഒരു ശാസ്ത്രമാണെന്ന് ബുദ്ധിയില്ലാതെ ആളുകൾ ധരിച്ചു പോകാറുണ്ട്. കാരണം വേദാന്തമൊക്കെ പഠിക്കുന്ന സമയത്ത് പല സ്ഥലത്തും പറയും ബ്രഹ്മസത്യം ജഗന്മിഥ്യ, ഇത് മാത്രമാണ് അവിടെ പറയുന്നത് എന്നൊക്കെ ചിലർക്ക് ധാരണയുണ്ട്. അപ്പൊ മനുഷ്യനോട് നീ ഈശ്വരനാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞു തെളിയിച്ച് ആ വസ്തുത അവനെ അനുഭവിപ്പിക്കാനുള്ളതാണ് വേദാന്തം എന്ന് ആചാര്യസ്വാമികൾ പല കൃതികളിലൂടെയും നമ്മുടെ മുമ്പില് അവതരിപ്പിക്കുന്നു. അപ്പൊ വേദാന്തം എന്ന് പറയുന്നത് മനുഷ്യനോട് ഓരോരുത്തരോടും നമ്മൾ പറയുകയാണ് തത്വമസി, അത് നീയാണ്. പക്ഷെ ആ ഒരു വാക്യത്തെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം സ്വാധ്യായത്തിലൂടെ മുന്നോട്ട് പോകണം. ആചാര്യന്മാരുടെ മുഖത്ത് നിന്നും ഇത്തരത്തിലുള്ള കൃതികളൊക്കെ നേരിട്ട് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ശ്രവണ മനന നിധിധ്യാസനങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ഇത്തരത്തിലുള്ള വലിയ വലിയ തത്വങ്ങളെ ചെറിയ ചെറിയ ശ്ലോകങ്ങളിലൂടെ, പ്രകരണ ഗ്രന്ഥങ്ങളിലൂടെ ആചാര്യസ്വാമികള് നമ്മുടെ മുമ്പില് അവതരിപ്പിച്ചു. ഈ മനീഷാ പഞ്ചകം പോലെയുള്ള കൃതികള് നമുക്ക് സ്ഥിരമായി ഉരുവിടാൻ സാധിച്ചാൽ ആ വ്യക്തി അചിരേണ കാലക്രമത്തില് ബ്രഹ്മനിഷ്ഠനായി തീരുന്നതാണ് എന്ന് അതിന്റെ ഫലശ്രുതി പറയുന്നു.
അപ്പോ മനുഷ്യനിൽ ഒളിഞ്ഞു കിടക്കുന്നതായ ആ ഒരു ഈശ്വരത്വത്തെ, ഈശ്വരാംശത്തെ അറിഞ്ഞ് അനുഭവിക്കാൻ ആചാര്യസ്വാമികളുടെ ഓരോ കൃതികളും നമ്മെ പ്രാപ്തരാക്കും. അതിനൊരു ഉദാഹരണമാണ് മനീഷാ പഞ്ചകം എന്ന് പറയുന്ന ഈ ഒരു കൃതി. തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ മനീഷാ പഞ്ചകം എന്ന് പറയുന്നത് വളരെ ഗഹനമായിട്ടുള്ള ഒരു കൃതിയാണ്. ആകാരം കൊണ്ട് ചെറുതാണെങ്കിലും അതിൻ്റെ ഗഹനത കൊണ്ട് വളരെ വലിയ ഒരു ഗ്രന്ഥമാണ് ഈ മനീഷാ പഞ്ചകം. ആ ഒരു മനീഷാ പഞ്ചകത്തെ നിങ്ങളെ പരിചയപ്പെടുത്തുക മാത്രമാണ് ഈ ഒരു സമയം കൊണ്ട് ഈ ഉള്ളവനിവിടെ ചെയ്തിട്ടുള്ളത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. മനീഷാ പഞ്ചകത്തിലെ ഓരോ ശ്ലോകങ്ങളും വീണ്ടും 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 എടുത്ത് പഠിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ആത്യന്തികമായിട്ട് മനീഷാ പഞ്ചകത്തിലെ 5 ശ്ലോകങ്ങളിലൂടെ ആചാര്യസ്വാമികൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്, പ്രപഞ്ചത്തിലെ ഓരോ ചൈതന്യത്തിലും ഓരോന്നിലും നിറഞ്ഞു നിൽക്കുന്നത് ഈശ്വര ചൈതന്യമാണ്. സകല ചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ചൈതന്യം തന്നെയാണ് നമ്മുടെ ഉള്ളിലുമുള്ളത്. ഈ ഒരു തത്വം മനസ്സിലാക്കിയ ആള്, അതായത് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഈശ്വരാംശമാണ്, ആ ഈശ്വരാംശം തന്നെയാണ് എൻ്റെ ഉള്ളിലുമുള്ളത് എന്ന് മനസ്സിലാക്കിയ ആളാണ് യഥാർത്ഥത്തിലുള്ള ഗുരു. ആ ഒരു ഗുരുവിന്റെ മഹിമ നമ്മൾ പറയേണ്ടത് ആ ഗുരുവിന്റെ ജന്മം കൊണ്ട കുലത്തെ കുറിച്ചല്ല, ആ ഗുരുവിന്റെ ഇത്തരത്തിലുള്ള ഒരു ഭാവന കൊണ്ടാണ്. അങ്ങനെയുള്ള ബോധം ആർക്കാണോ ഉള്ളത്, അവൻ ചണ്ടാളനായാലും ബ്രാഹ്മണനായാലും ഗുരുരിത്യേഷ മനീഷാ മമ. ഇതാണ് ആചാര്യസ്വാമികളെ വീണ്ടും വീണ്ടും ഉറപ്പിച്ചു പറയുന്നത്. ഇത്രയും നേരം മനീഷാ പഞ്ചകത്തെ കുറിച്ച് ചെറിയ ഒരു പരിചയമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. അതിന് അവസരം തന്നതായ ഈ ഒരു വേദിക്ക് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. അടുത്തതായി ചെറിയൊരു ആശംസാ ഭാഷണമാണ്. അതിനായിട്ട് മധുവരനെ ക്ഷണിക്കുന്നു. മ്യൂട്ടാണ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മധുസൂദനൻ നമ്പത്തുമന. TVSRCയുടെ പൂജാപഠന ക്ലാസ് ബാച്ച് 8 പഠിതാവാണ് ഞാൻ. TVSRCയുടെ ആഭിമുഖ്യത്തിൽ വൈശാഖ മാസാചരണത്തിൻ്റെ ഭാഗമായി 11 ദിവസമായി നടന്നു വരുന്ന ശങ്കരദർശനം പ്രഭാഷണത്തിൽ പങ്കെടുക്കാൻ സാധിച്ച എല്ലാവർക്കും ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നിവിടെ പ്രഭാഷണം നടത്തിയ ശ്രീമാൻ ഡോക്ടർ പത്മനാഭൻ അവർക്ക് പ്രത്യേകമായ നന്ദിയും സന്തോഷവും സ്നേഹവും TVSRCയുടെ പേരിലും ബാച്ച് 8 പേരിലും നന്ദി അറിയിക്കുന്നു. കൂടാതെ ഈ പ്ലാറ്റ്ഫോം അധ്യക്ഷനായ നാരായണേട്ടനും ഇവിടെ നമുക്കെല്ലാം വേണ്ടി പ്രാർത്ഥന ചൊല്ലിയ ഹിതേഷ് പത്തീലിനും നന്ദി അറിയിക്കുന്നു. കൂടാതെ